പിന്നെ ഞങ്ങൾ ഇന്നലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ വെക്കാൻ പോകും. വെറൈറ്റി കേട്ടോ. വേണ്ടേ കോളിഫ്ലവർ മസാല ദോശ ഉണ്ടാക്കാൻ പോകും. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ മഷ്റൂം മസാലയും കിഴങ്ങ് മസാലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഞങ്ങളൊരു പരീക്ഷണം നടത്തുക. ഇതിൻ്റെ റെസിപ്പി നിങ്ങളെ കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ നല്ല സവാളപ്പൊടി ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കുക. അങ്ങോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇടുക. ഒരു തക്കാളിയും ഇട്ട് നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കുക. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. കോളിഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് ഇനി ഇത് നല്ല രീതിയിൽ അങ്ങ് ഇളക്കണം. നല്ല രീതിയിൽ ഇളക്കി കോളിഫ്ലവറൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് വലുതായിട്ട് കിടക്കുന്നതെല്ലാം ഇളക്കി ഒന്ന് ഉടയ്ക്കണം നല്ല രീതിയിൽ. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടാൽ വേവിച്ചെങ്കിലും ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി കാശ്മീരി മുളക് പൊടി കുറച്ച് മതി, വലിയ എരിയില്ലല്ലോ, അതിന് ഇച്ചിരി ചേർത്താൽ മതി. ഇച്ചിരി ഗരം മസാല ചേർക്കണം. നല്ല കുറച്ച് ഗരം മസാലയും ചേർത്ത് ടൊമാറ്റോ കച്ചപ്പ് ഇച്ചിരി നമ്മൾ ഇച്ചിരി ആഡ് ചെയ്ത് കണ്ടോ. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് നമ്മളത് ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടപ്പ വെച്ച് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. നമ്മൾ നല്ലോണം ഇളക്കി അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായിരിക്കുക. ഇനി ഞാൻ ദോശ ചുടട്ടെ. ചക്കല്ലിലാണ് ഞങ്ങൾ ദോശ ചുടുന്നത്. നോൺ സ്റ്റിക്കിലൊന്നും ഞങ്ങൾ ചുടാറില്ല, ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഇച്ചിരി നെയ്യൊക്കെ ഞാൻ ഒഴിച്ച് ദോശ ഏകദേശം പാകമായിട്ടൊക്കെ വരികയാണ്. ദോശ ഏകദേശം പാകമായിട്ടുണ്ട്. ചെറിയ ദോശ, കൊച്ചു ദോശക്കല്ല. അതിനകത്തിട്ട് നമ്മൾ അങ്ങോട്ട് മസാല വെച്ച് കൊടുക്കുകയാണ്. മസാല വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ മടക്കിയിട്ട് അമ്മൂസിനങ്ങോട്ട് കൊടുക്കാം. ഓക്കേ, അങ്ങനെ നമ്മൾ ദോശ ഞാൻ അമ്മൂന് കൊടുക്കുകയാണ്. മസാലയായിട്ട് സെറ്റാക്കി വെച്ച് ഇനി അമ്മു ഒരു ചമ്മന്തി അരച്ചു. അങ്ങനെ അമ്മു കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഈ ദോശ ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും കഴിക്കുകയും വേണം. ഓക്കെ.